നമസ്കാരം, ശ്രീനി ആലക്കോടാണ്. തളിപ്പറമ്പ് 7-ാം മൈലിൽ നിന്നാണ്. നിയർ ബി സൂപ്പർ മാർക്കറ്റിന് തൊട്ട് മുന്നിൽ ഇന്ന് ഏതാണ്ട് 11:30 ഒരു അപകടം നടന്നു. 2 ബസ് തമ്മിൽ കൂട്ടിയിടിച്ചതാണ്. സാധാരണ റോഡ് അപകടങ്ങൾ നമ്മുടെ നാട്ടിലെ പതിവാണ്. അത് ചർച്ച ചെയ്യപ്പെടുന്നതുകൊണ്ട് ചർച്ച ചെയ്യപ്പെടാത്തതുമുണ്ട്. എന്നാൽ ഈ വാഹനാപകടം ചർച്ച ചെയ്യപ്പെടേണ്ടത് തന്നെയാണ്. ഒരു വളവുള്ള സ്ഥലം, ഒരുപാട് അപകടങ്ങൾ. ഇന്നലെ രാത്രി ഒരു ഇലക്ട്രിക് പോസ്റ്റ് തകർത്ത് ഒരു വാഹനം അപകടത്തിൽപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ സ്ഥിരമായി അപകടങ്ങൾ ഉണ്ടാകുന്ന ഒരിടത്താണ് 2 ബസ്സുകൾ തമ്മിൽ കൂട്ടിയിടിച്ചത്. ആ ഒരു ബസ്സിന് ഡ്രൈവർക്ക് നല്ല പരിക്കുണ്ട്. അതുപോലെ തന്നെ ഏതാണ്ട് 30-ലധികം ആളുകൾക്ക് പരിക്കേറ്റു എന്നാണ് ഇവിടുത്തെ പ്രാഥമിക റിപ്പോർട്ട്. ഈ അവസരത്തിൽ ചില കാര്യങ്ങൾ എനിക്ക് പറയാനുണ്ട്. ശ്രീനി ആലക്കോട് പ്രൈവറ്റ് ബസ്സുകളുടെ മെക്കിട്ട് കയറുന്നു എന്ന് പലതവണ നിങ്ങൾ പറയാറുണ്ട്. സ്വകാര്യ ബസ്സുകളെ കുറിച്ച് ശ്രീനി ആലക്കോട് ഇതിനു മുമ്പും പറഞ്ഞിട്ടുണ്ട്. ഇത് പറഞ്ഞേ പറ്റൂ. കാരണം ഇതൊക്കെ കാണുമ്പോൾ എങ്ങനെ പറയാതിരിക്കും സാറേ? ഒരു ബസ് അങ്ങൊന്ന് വരുന്നു, ആ ബസ്സിന് മുന്നിൽ ഒരു ടാങ്കർ ലോറിയുണ്ട്. ആ ടാങ്കർ ലോറിയെ ഓവർടേക്ക് ചെയ്തത് വളവിൽ ഓവർടേക്ക് ചെയ്തിട്ട് എതിരെ വന്ന ബസ്സിന് കൊണ്ടുപോയി ഇടിക്കുകയാണ്. നല്ല വേഗത. ഓവർടേക്ക് ചെയ്യുമ്പോൾ ഒരു ബസ്സിൻ്റെ വേഗത അറിയാലോ. ഇവിടെ വേഗപ്പൂട്ടൊന്നുമില്ല. അങ്ങനെ വന്ന് ഇടിച്ചു. 2 ബസ്സിലെയും യാത്രക്കാർക്ക് പരിക്കേറ്റു. ഇതാണ് ഇവിടെ സംഭവിച്ചത്. ഒരുപാട് യാത്രക്കാരുണ്ട്, അവർ പ്രതികരിക്കട്ടെ. ഇവിടുത്തെ ആളുകൾ പ്രതികരിക്കുന്നുണ്ട്. അവരുടെയൊക്കെ പ്രതികരണങ്ങൾ നിങ്ങൾ കേട്ടു നോക്കൂ. അപ്പോൾ തന്നെ ഇതിൽ കാര്യങ്ങൾ മനസ്സിലാക്കും. ആ സമയത്ത് ഒരു 11:15 സംഭവം നടക്കുന്നു. ഞാനിവിടെ ഉണ്ട്. ആ സമയത്ത് അടിച്ച് ഒരു 5 മിനിറ്റ് ഞാൻ അവിടെ എത്തിയിട്ടുണ്ട്. ഒരുപാട് ആൾക്കാർക്ക് പരിക്കുണ്ട്. ഡ്രൈവർക്ക് നല്ല പരിക്കുണ്ട്. ഒരു കന്യാസ്ത്രീക്ക് ഫുൾ ബ്ലഡ് ഇതൊക്കെ ആയിട്ട് കൊണ്ടുപോയിട്ട് പലതിലും. ഇതിൽ പറയാനുള്ളത് ഇവരെ മത്സര ഓട്ടം. ഇത് എങ്ങനെ നോക്കിയാലും ഇവരൊരിക്കലും ഇത് നിയന്ത്രിക്കില്ല. ഇവരെ വിചാരം എന്തായിരുന്നു വെച്ചാൽ ഒന്ന് ഓണടിച്ചിട്ട് കയറാന്നുള്ളതാണ്. ഓവർടേക്കുമ്പോൾ ഒന്ന് ഓണടിച്ചാൽ എല്ലാം ആയി എന്നുള്ളതാണ്. സത്യത്തിൽ അത് വലിയ റോങ് തന്നെയാണ്. ഒരുപാട് ചെറിയ വണ്ടികളൊന്നും മൈൻഡ് ചെയ്യാണ്ട് സ്ഥിരമായിട്ടുള്ള പരിപാടിയാണ്. ഞാനിവിടെ ഒരു ഡ്രൈവറാണ്, ചെറിയ വണ്ടിയുടെ ഡ്രൈവറാണ്. നമ്മളിത് കുറേ അനുഭവത്തിൽ നമ്മൾ മനസ്സിലാക്കിയതാണ്. ഈ വലിയ ബസ്സുകാരെ, അതായത് പ്രത്യേകിച്ച് ചുവന്ന കളറിലെ ബസ്സുകാർ. നമ്മളിപ്പോൾ ചെറിയ വണ്ടിക്കാർ വരുമ്പോൾ ഇവരുടെ ഉദ്ദേശം എന്നാ, ആ 2 പ്രാവശ്യം ലൈറ്റ് അങ്ങ് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ സൈഡിലേക്ക് മാറിക്കൊള്ളാം. നമ്മളെ ജീവൻ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ മാറിക്കൊള്ളാം. ഇവർക്ക് ധാരണയുണ്ട്. ഇവർ കുറച്ച് ഹൈറ്റിലിരിക്കുന്ന ഡ്രൈവർമാരാണ്. ഇവർക്ക് ഒന്നും സംഭവിക്കില്ല. ഇപ്പം കണ്ടല്ലോ നിങ്ങൾ 2 രാവിലെ ഞാൻ ഡോക്ടറെ വണ്ടി എടുക്കുന്നതാണ്. ഞാൻ ഇന്ന് ഡോക്ടറായിട്ട് പോകുന്നത് കണ്ണൂർ പോകുന്ന വഴിക്ക് എന്തോ ആരോ എൻ്റെ പിള്ളേരെ ഭാഗ്യമെന്ന് അറിയില്ല, ബസ് ലൈറ്റ് ഇട്ടിട്ട് വരുന്നുണ്ട്. എനിക്ക് ഇപ്പുറത്ത് ലെഫ്റ്റ് സൈഡിൽ വലിയ കുഴിയാണ്. എനിക്കൊന്നും ചെയ്യാനില്ല. ഞാൻ ഡോക്ടറോട് പറഞ്ഞു അവിടെ പിടിച്ചിരുന്നു. ഞാനൊരു ചവിട്ടി ഓടി. ഇവർ ലൈറ്റ് ഇട്ടിട്ട് പിന്നെയും എന്നെയും വെട്ടിച്ച് ഉരച്ചിട്ടാണ് പോകുന്നത്. ആരോട് പറയാം? ഇതാരും കേൾക്കുന്നില്ല. ഇത് ഇങ്ങനെയുള്ള ആക്ഷൻ എടുക്കാൻ ഇവിടെ ആൾക്കാരുണ്ട്, പക്ഷെ ചെയ്യുന്നില്ല എന്നുള്ളൂ. 2 മാസം മുന്നേ ഇതുപോലെ ഞാൻ ധർമ്മശാല കോഫി ഹൗസ് നമ്മൾ 3 ആൾ ഭക്ഷണം കഴിച്ചിട്ട് അവിടെ കുറച്ച് തേങ്ങ എടുത്ത് വരുന്നതാണ്. വെക്കളം കഴിഞ്ഞ പാട് ഒരു അശ്വം ബസ് അവൻ അടിച്ചിട്ട് നിർത്താണ്ട് പോയി. നമ്മൾ പറഞ്ഞ വണ്ടിയിൽ അടിയിലായി. അപ്പോൾ ബാക്കിൽ വന്ന് പെൺകുട്ടി പറഞ്ഞു, വേട്ടാ ഇന്ന ബസ്സാണ് എന്നെ അടിച്ചിടുന്നു ഞാനെന്ന് പറഞ്ഞു, സ്കൂട്ടറിൽ വരുന്നത്. എന്നിട്ട് നമ്മൾ സ്റ്റേഷനിൽ പോയിട്ട് ഞാൻ തന്നെ വിളിച്ച് പറയേണ്ടി വന്നു. വേണം ഈ ഒരാൾ നമ്പർ തന്നിട്ട്, എന്നിട്ട് അവർ വന്നു. എനിക്ക് 8,500 രൂപ ചിലവ്, എനിക്ക് 3,500 രൂപ അവർ തന്നു. എൻ്റെ സംഭവം എന്ന് വെച്ചാൽ കാനങ്ങാട് നിന്ന് കോഴിക്കോട് ദിവസം ഒന്ന് കണ്ണൂരിൽ നിന്ന് പയ്യന്നൂർക്ക് വന്ന ദിവസം. അപ്പോൾ ഈ കാനങ്ങാട് ഇരുന്ന ദിവസമാണ് ഓവർടേക്ക് എന്ന് പറഞ്ഞത്. ഞാൻ കണ്ടിട്ടില്ല. അപ്പോൾ നമ്മുടെ ഫ്രണ്ട് ഉണ്ടായിരുന്നു. അപ്പോൾ അവൻ പറഞ്ഞതാണ്, അവൻ തൊട്ട് ബാക്കിലുണ്ടായിരുന്നു. അന്നേരം ചെയ്ത ബസ് പരമാവധി അടുപ്പിച്ച് സൈഡ്, പക്ഷേ കിട്ടിയില്ല. അടിച്ച് നല്ല അടിയായിരുന്നു. കുറേ ആളെ കൊണ്ടുപോയി. അന്നേരം ആംബുലൻസ് 4-5 ആംബുലൻസൊക്കെ വന്നിട്ട് ആൾക്കാരെ എടുത്തിട്ട് പോയിന്. ഡയറായിട്ട് അപകടം നടക്കുന്ന സ്ഥലം ഒന്നാമത് നല്ല വളവാണ്. അപ്പോൾ ഈ ബസ്സുകാരായാലും ആരായാലും, ബസ് മാത്രമല്ല ഏത് വണ്ടിക്കാരായാലും ഈ ടേണിന്ന് അധികം നോക്കുകയും ചെയ്യില്ല. അപ്പോൾ അതെങ്ങനെ വന്ന് അടിക്കുന്ന സ്ഥിരം സ്പോട്ടാണ് ആക്സിഡൻറ്റ്. ഇപ്പോൾ ഞാൻ വരുമ്പോൾ ഒരാൾ ഇവിടെ ഇരിക്കുകയാണ്. അയാൾ അപകടത്തിൽപ്പെട്ട ആൾ ഇവിടെ ഇരുന്നിട്ട് അയാൾ ആശുപത്രിയിൽ പോയി, സഹകരണ ആശുപത്രി ചികിത്സ തേടി. അയാൾ കണ്ണൂരുകാരനാണ്. എങ്ങോട്ട് പോകുമെന്ന് അദ്ദേഹത്തിന് അറിയില്ല. അങ്ങനെ സ്വന്തം റിസ്കിൽ ഇവിടുത്തെ നാട്ടുകാരൊക്കെ കൂട്ടി ആ ഒരു ബസ്സിൽ കയറ്റി കണ്ണൂരേക്ക് വിട്ടിട്ടുണ്ട്. ഇതാണ് അവസ്ഥ. പല അപകടങ്ങൾ സംഭവിക്കുന്നതും ഞാനാണ് വലിയവൻ, ഇതിൻ്റെ മുകളിൽ കയറി ഇരുന്നാൽ ഞാൻ രാജാവാണ്, എനിക്കൊന്നും സംഭവിക്കത്തില്ല, ചെറിയ വാഹനങ്ങളൊക്കെ അങ്ങോട്ട് പോട്ടെ, ഞാൻ ലൈറ്റുമിട്ട് 2 ഓണും അടിച്ചാൽ എനിക്കെല്ലാം തികഞ്ഞ് ഈ റോഡ് തുറന്നു തരുമെന്നുള്ള ധാരണ ചില ഡ്രൈവർമാർക്കുണ്ട്. ആ ധാരണ നിങ്ങൾ മാറ്റണം. അങ്ങനെ മാറ്റിയില്ലെങ്കിൽ ഇതാ വേറൊരു ബസ്, വളരെ നല്ല രീതിയിൽ വന്നൊരു ബസ്സാണ്. ആ ബസ്സിൻ്റെ ഡ്രൈവർ അയാൾ പരമാവധി ഒതുക്കി കൊടുത്തു, പക്ഷേ ആ ബസ്സിലേക്ക് കയറി. അങ്ങനെയാണ് ഇവിടെ സംഭവിച്ചത്. എന്തായാലും 7-ാം മൈലിൽ സംഭവിച്ച ഈ അപകടം ഇനി എവിടെയും ആവർത്തിക്കരുത് എന്നാണ് എനിക്കുള്ള ഒരു പ്രാർത്ഥന. ഒരു അപകടവും എവിടെ സംഭവിക്കരുത്. സ്വകാര്യ ബസ്സുകളെ കൊണ്ട് മാത്രമല്ല അപകടം എന്ന് നിങ്ങൾ പറയും. സ്വകാര്യ ബസ്സുകളും ഇതിനകത്ത് പ്രധാന പങ്ക് വഹിക്കുന്നു. അതുകൊണ്ടാണ് ഞാനിങ്ങനെ പറയുന്നത്. ഈ പോലീസുകാരൊക്കെ എത്ര മണിക്കൂറായി ഇവിടെ നിൽക്കുന്നുണ്ട്? ഇവിടെ എത്ര ഈ വലിയ ഈ ഹൈവേ എത്ര മണിക്കൂറുകൾ ബ്ലോക്കായി? എത്ര ആളുകളുടെ, ചിലപ്പോൾ ജോലിക്ക് പോകേണ്ട ആളുകളുണ്ടാവും, അവരുടെയൊക്കെ സമയം നഷ്ടപ്പെട്ടു. അതുകൊണ്ട് ദയവ് ചെയ്ത് അഭ്യർത്ഥിക്കുകയാണ്, നിങ്ങൾ രാജാക്കന്മാരല്ല, സാധാരണ ആളുകളാണ്. നമുക്കൊക്കെ നിയന്ത്രിക്കാനുള്ള അറിവും കഴിവൊക്കെ ഉണ്ടാവും. പക്ഷേ തെറ്റിപ്പോയാൽ തീർന്നു. ഒരു നിമിഷം മതി, ഒരു സെക്കൻഡ് മതി. കണ്ണൊന്നുടച്ചാൽ
അശ്രദ്ധമായി വാഹനം ഓടിച്ചാൽ തീരുന്നതേ ഉള്ളൂ. ഇതൊക്കെ എനിക്കും കുടുംബമുണ്ട് എന്നുള്ള ആ ധാരണ ഓരോ ഡ്രൈവർക്കും വേണം. എന്തായാലും എല്ലാവർക്കും നന്മ വരട്ടെ. മറ്റൊരു വിഷയമായി വീണ്ടും കാണാം. ഗുഡ് ബൈ.